പ്രകാശമേ മിഴി തുറക്കുക വേഗം. തന്റെ ശിഷ്യഗണത്തെ പ്രേക്ഷിത വേലയ്ക്കായി അയക്കുന്ന ഈശോ മിശിഹായാണ് കണ്ടുമുട്ടുക. ഉദ്ധാനം ചെയ്ത മിശിഹ ഇനി അവരോടുകൂടെ ഇല്ല. ഇനി മിശിഹായ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കേണ്ടതും മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കേണ്ടവരും ഈ ശിഷ്യഗണമാണെന്ന് തിരിച്ചറിയുന്ന ഈശോ അവരെ തന്റെ പ്രേക്ഷിത ദൗത്യം നൽകിക്കൊണ്ട് അയക്കുന്ന രംഗമാണ് കണ്ടുമുട്ടുക. ഈ ശിഷ്യൻ ഓരോ ശിഷ്യന്മാരും മനസ്സിലാക്കേണ്ടത് ഈശോയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടുള്ള പ്രേക്ഷിത വേലകൾ അനുഗ്രഹമായി തീരും. അവർ ചെയ്യുന്ന അത്ഭുതങ്ങളിലൊക്കെ കർത്താവിൻ്റെ അടയാളമുണ്ടാകും. അതേസമയം തന്നെ പ്രഘോഷിക്കുന്ന പ്രേക്ഷിത വേലയാണെങ്കിൽ അവിടെയൊന്നും ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനത്തിലുണ്ട്. നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മൾ ഏത് ജീവിതാവസ്ഥയിൽപ്പെട്ടവരാകട്ടെ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രേക്ഷിതരായി ജീവിക്കുന്നവർ തന്നെയാണ്. നമ്മളെ തന്നെ പ്രഘോഷിക്കുന്ന പ്രേക്ഷിത വേലയല്ല, നമ്മളെ തന്നെ പ്രഘോഷിക്കുന്ന പ്രേക്ഷിത വേലയല്ല, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന പ്രേക്ഷിത വേലയുടെ ഉടമകളായി തീരുവാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് വചനങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്യും. കർത്താവെ, ഞങ്ങൾ നടത്തുന്ന സുവിശേഷ വേലകളിൽ വചനം കൊണ്ട്, നിന്റെ വചനത്താൽ അവയെ സ്ഥിരീകരിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക